നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ശബരിമലയിൽ സംഭവിച്ചത് ലോകം കാണുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇടത് സർക്കാർ അപമാനിക്കുന്നതായും പ്രധാനമന്ത്രി. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ദിനകരൻ. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ദീർഘകാലമായി ഒളിവിലായിരുന്ന പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ സംഭവിച്ചത് ലോകം കാണുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇടത് സർക്കാർ അപമാനിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. Undermining our culture and civilization, which has stood the test of time over centuries. The UDF too is just like the communists. That double speak is a sport. Saying one thing in Delhi and another in Kerala, it's not going to work. And let me tell you, neither the Congress nor the communists have any concern for women empowerment. പരസ്പര വിദ്വേഷം തീർക്കാൻ കോൺഗ്രസുകാർ നമ്പി നാരായണനെ കരുവാക്കി. നമ്പി നാരായണന് പത്മ പുരസ്കാരം നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിശ്ചയിച്ച സമയത്തിനേക്കാളും അല്പം വൈകിയാണ് പ്രധാനമന്ത്രി സമ്മേളന വേദിയിലെത്തിയത്. തൃശൂർ കുട്ടനല്ലൂർ ഹെലിപ്പാഡിലിറങ്ങിയ അദ്ദേഹത്തെ കളക്ടറുടെയും മേയറുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നിരവധി സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ സമ്മേളന വേദിയിൽ എത്തിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് യുവമോർച്ച പ്രവർത്തകർ പങ്കെടുത്ത പൊതുസമ്മേളനത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടന്നത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, B മുരളീധരൻ MP, BJP സംസ്ഥാന ജില്ലാ നേതാക്കളായ PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, MT രമേശ്, ശോഭ സുരേന്ദ്രൻ, MS സമ്പൂർണ്ണ, A നാഗേഷ്, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടങ്ങിയവർ വേദിയിൽ സംബന്ധിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം 5:50ഓടെയാണ് പ്രധാനമന്ത്രി സമ്മേളന വേദി വിട്ടത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷയാണ് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഒരുക്കിയിരുന്നത്. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ദിനകരൻ. കുറിച്ചൊരു ബോധമില്ലാത്ത അവസ്ഥയിലാണ്. മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ബോധമുണ്ട്. പക്ഷെ നമ്മൾ ആരാണ്, നമ്മളുടെ ജീവിത രീതി എന്തായിരിക്കണം, നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും അജ്ഞാതമായ ഒരവസ്ഥയാണുള്ളത്. കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്നുവെന്ന് നാട്ടിൽ പറയുന്ന പോലെയുള്ള ഒരവസ്ഥ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇതെങ്ങനെ വന്നു, എങ്ങനെ ലഭിച്ചു, ആർക്കാണ് ഇതിൻ്റെ അവകാശി, എന്താണ് എന്നുള്ളതിനെ പറ്റി അതുകൊണ്ട് തന്നെയാണ് പലതും വഴിതെറ്റി പോകുന്നത്. നമ്മൾ ആലോചിക്കണം, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഭരണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. ജനസംഖ്യ പരിശോധിച്ചാൽ 82% ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളാണ്. ധീവരസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ സംഘടിപ്പിച്ച അവകാശ ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമദൂരം ശരിയാണെന്ന് അർത്ഥമുള്ളതുകൊണ്ടല്ല ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത്. ധീവരസഭയിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാർ ഉള്ളവരാണ്. അതിനാൽ സംഘടനയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് സമദൂരമെന്ന നീക്കത്തിന് കാരണം. നമ്മളെ ആരെല്ലാം സഹായിക്കുന്നുവോ, ആരൊക്കെ അവഗണിക്കുന്നുവോ എന്നെല്ലാം മനസ്സിലാക്കി സ്വയം തീരുമാനമെടുക്കണം. തൃശൂരിന് പുറമെ കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള 10 മണ്ഡലങ്ങളിലും ധീവരസഭയ്ക്ക് സ്വാധീനമുണ്ട്. ജാതിയും മതവുമില്ലെന്ന് പറയുന്ന വർഗപരമായ പ്രസ്ഥാനങ്ങൾ പോലും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവ തന്നെയാകും അടിസ്ഥാന ഘടകം.
ക്രിസ്ത്യൻ, മുസ്ലിം, നായർ, ഈഴവ വിഭാഗങ്ങൾ മാത്രമാണ് പരിഗണിക്കപ്പെടുക. 75% വരുന്ന പിന്നാക്ക വിഭാഗങ്ങളിൽ 2 വിഭാഗങ്ങളൊഴികെ ആരെയും പരിഗണിക്കാത്തത് ഗൌരവത്തോടെ കാണണമെന്നും വി ദിനകരൻ പറഞ്ഞു. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് പി ബി ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. അവകാശ ബോധവൽക്കരണ ക്ലാസിനും ലഹരി വിരുദ്ധ സെമിനാറിനും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ NN ഗോകുൽദാസ് നേതൃത്വം നൽകി. ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് PN ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി KB തമ്പി, AK വെങ്കടേശൻ, ദിവാകരൻ കുറുപ്പത്ത് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഷാജു തലശ്ശേരിയും മഹിളാ സെക്രട്ടറി ശാന്തി മുരളിയും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ദീർഘകാലമായി ഒളിവിലായിരുന്ന പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എസംപുരം വേഴവന സ്വദേശി കുടിലിങ്ങൽ സുജിത്തിനെയാണ് മതിലകം SI KP മിഥുനും സംഘവും അറസ്റ്റ് ചെയ്തത്. 2015 കേസിനാസ്പദമായ സംഭവം. എസംപുരം 13-ാം വാർഡിൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനായി പഞ്ചായത്ത് സ്ഥാപിച്ച വാർത്താ ബോർഡ് നശിപ്പിച്ചതായാണ് കേസ്. CPOമാരായ മിഥുൻ, സുജിത്ത്, അനൂപ്, ഷിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ചോതി നക്ഷത്രം മാറാട്ട മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 3 ആനകൾ അണിനിരന്നു. തുടർന്ന് ദീപാരാധന, വെടിക്കെട്ട്, തായമ്പക, നാടൻപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സുകുമാരൻ, ക്ഷേത്രം മേൽശാന്തി ലിജേഷ്, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചില്ലയുടെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ MD സന്തോഷ്, PV രാധാകൃഷ്ണൻ, KK ഗീതാബായി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ആനുകാലികമായിട്ട് പറയുന്നത്. ഞാൻ പറയും, ഞായറാഴ്ചകൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ എഴുതി വെക്കണം ഏതൊക്കെ സംഘടനയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിലാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത്. മിക്കവാറും ഞായറാഴ്ചകളിൽ ഓരോ ബാച്ചുകാർ അവരുടെ മീറ്റിംഗ് ആയാലും ശരി, സംഗമങ്ങളായാലും ശരി നടത്തിക്കൊണ്ട്
സ്കൂളിൽ വളരെ ലൈവാക്കി മാറ്റുന്നതിൽ ചില്ലവഹിച്ച പങ്കാണ്. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളെ നോക്കി കാണുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യുന്നു. മാനസികമായിട്ട് ഞാനിപ്പോൾ റിട്ടയർ ചെയ്യാൻ പാകമായിട്ടില്ല. എൻ്റെ ആദ്യമായിട്ടുള്ളൊരു യാത്രയപ്പ് യോഗമാണ്. യാത്രയപ്പ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു യോഗമാണ്. ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത്തെ യോഗമാണ്. ഞങ്ങൾ അന്ന് ഒരു യാത്രയപ്പ് ഈ വർഷം ആദ്യം തന്നത് അത് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്, കുറേ കാലമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അവിടെ വെച്ച് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ലാസ്റ്റ് സെഷൻ്റെ അന്ന് ഒരു മീറ്റിങ്ങിൽ RP എന്നുള്ള നിലയ്ക്ക് അടുത്ത വർഷം മോശം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് RP-മാർക്ക് ഒരു യാത്രയപ്പ് പെട്ടെന്ന് തരികയാണ്. ഞാൻ ആകെ വിഷമിച്ചു പോയി. ആ യാത്രയക്കപ്പെടുമ്പോൾ മാനസികമായിട്ടൊന്ന് പാകപ്പെടാനുണ്ട്. സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് വിഷയം ഉണ്ടായിരുന്നു. സ്കൂളിൽ ജനുവരിയിൽ യാത്രയപ്പ് വെച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയ അഭിപ്രായം പറഞ്ഞു, യാത്രയപ്പ് മാർച്ചിൽ പോലെ ഇത്ര പെട്ടെന്ന് യാത്രയപ്പ് വേണോ എന്ന് പറയാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് അത് ഞാൻ രാധാകൃഷ്ണ മാഷെ പ്രകടിപ്പിച്ചു. KG ദിലീപ് അധ്യക്ഷത വഹിച്ചു. S പ്രശാന്ത്, MA അനീഷ്, സുപ്രിയ ശിവൻ, PB സജീവൻ, ജോയ് ശേഖർ, TG ഷാജു, TP മനേഷ്, TC ജിതേന്ദ്രൻ, രഘുരാമത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കയ്പമംഗലം ഗ്രാമജ്യോതി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച നിലവാരത്തിൽ തുടർന്നുപോകുന്നു എന്നതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ വാർഡിൽപ്പെട്ട സ്ഥലത്ത് ഗ്രാമജ്യോതി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലവാരത്തിൽ നടക്കുന്നതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെ ഞാൻ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു വിദ്യാലയമാണെങ്കിൽ അത് ആ ഗ്രാമത്തിൻ്റെ സരസ്വതി ക്ഷേത്രമാണ്, ഒരു ക്ലബാണെങ്കിൽ അത് അവിടുത്തെ നിലവിളക്കാണ്. അങ്ങനെ നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ക്ലബുകളായി മാറിയാൽ അത് നമ്മുടെ നാടിന് തന്നെ വളരെ ഗുണകരമാണ്. രക്ഷാധികാരി ഗിരീഷ് കോതങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SI KJ ജിനേഷ്, സോമൻ കോതങ്ങത്ത് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയം ഒരു കാരണവശാലും ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ വരാതെ നോക്കും. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു വിശാല മനസ്സോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചെറിയ 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 വിട്ടുവീഴ്ചകൾക്ക് അതീതമാകേണ്ട അവസ്ഥ സാധാരണ നിലയ്ക്ക് വരേണ്ടി വരാറുണ്ട്. അപ്പോൾ ഏതൊരു സാംസ്കാരിക വേദിയാണെങ്കിലും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പങ്ക് വച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രോഗ്രാമുകൾ, ജനോപകാരപ്രദമായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ എന്നും ജനങ്ങളുടെ മനസ്സിൽ അതെന്നും നല്ലൊരു ഓർമ്മ നിലനിൽക്കുന്ന ഒന്നായിരിക്കും. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.